ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപ്പേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്കോളജി 1-2 ചാപ്റ്റേഴ്സാണ്. 3rd ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ഇനി അടുത്ത ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 4, 5, 6, 7 എന്നീ ചാപ്റ്ററുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പറയാം. ചാപ്റ്റർ 4 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അനിമിസം. എന്താണ് അനിമിസം? അതുപോലെ ഒബ്ജക്റ്റ് പെർമനൻസ്. എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ്? 2 മാർക്കിന് ചോദിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊഗ്നിറ്റീവ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഓർ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളില്ലേ, ആരുടേതാണത്? പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ ചോദിക്കാം. അത് ഈ 2 രീതിയിലും ചോദിക്കാം. ഏത് ചോദിച്ചാലും ഉത്തരം ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് ആ സ്റ്റേജസ്? ഞാനിവിടെ പറയാം. ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. 0 to 2 years വരെയാണ് ആ സ്റ്റേജ്. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് 2 to 7, 2 മുതൽ 7 വയസ്സ് വരെയാണ്. ആ സ്റ്റേജിൽ സംഭവിക്കുന്നതാണ് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ഫോക്കസ് ആണ്. കുട്ടികൾ സെൽഫ് ഫോക്കസ് ആയിരിക്കും. ദെൻ അതുപോലെ സെൻട്രേഷൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ഒരു സവിശേഷതയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് സെൻട്രേഷൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കാൻ നമുക്കിവിടെ സമയമില്ല. അപ്പോൾ നെക്സ്റ്റ് വൺ കോൺക്രീറ്റ് സ്റ്റേജ് ആണ്. 7 മുതൽ 11 വയസ്സ് വരെയാണ്. ദെൻ ഫോർമൽ ഓപ്പറേഷണലാണ് അടുത്ത സ്റ്റേജ്. 11 മുതൽ 15 വയസ്സ് വരെയാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റേജ് പിയാഷയുടെ ആരുടേതാണ്? പിയാഷയുടെ ഈ സ്റ്റേജ് പഠിക്കുക. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ബൈ പിയാഷെ. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യമാണ് ഫിനോടൈപ്പ്, ജീനോടൈപ്പ്. എന്താണ് ഫിനോടൈപ്പ്, എന്താണ് ജിനോടൈപ്പ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്ന് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഡിഫറൻസ് എഴുതാൻ 4 മാർക്കിന് വരാം. ഓക്കെ, ദെൻ ഫുൾ ഫോം ഓഫ് UNDCP 1 മാർക്കിന് ചിലപ്പോൾ വന്നേക്കാം. യുണൈറ്റഡ് നാഷൻസ് ഇൻ്റർനാഷണൽ ഡ്രഗ് കൺട്രോൾ പ്രോഗ്രാം. യുണൈറ്റഡ് നാഷൻ ഇൻ്റർനാഷണൽ ഡ്രഗ് കൺട്രോൾ പ്രോഗ്രാം. ഓക്കെ, ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അനോറക്സിയ, നെർവോസ, ബുലിമിയ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അത് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്. അഡോളസൻസിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ അഡോളസൻസിനെ കുറിച്ച് എഴുതാൻ ചോദിക്കാം. അഡോളസൻസിൻ്റെ സവിശേഷത 6 മാർക്കിന് ചോദിക്കാം. അപ്പോൾ അഡോളസൻസ് വൃത്തിയായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി 5ാമത്തെ ചാപ്റ്റർ നോക്കാം. 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ഇല്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. ഹ്യൂ എന്താണ്? HUE, ഹ്യൂ എന്താണെന്ന് ചോദിക്കാം. ദെൻ സ്പാൻ ഓഫ് അറ്റൻഷൻ. എന്താണ് സ്പാൻ ഓഫ് അറ്റൻഷൻ? ദെൻ അതുപോലെ ADHD എന്താണ്? അതിൻ്റെ ഫുൾ ഫോമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ദെൻ സെലക്റ്റീവ് അറ്റൻഷൻ എന്താണ്? എന്താണ് സെലക്റ്റീവ് അറ്റൻഷൻ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്റ്റീവ് അറ്റൻഷൻ 6 മാർക്കിന് ചോദിക്കാം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ 8 മാർക്കിന് essay ആയിട്ടും വരാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ 6 മാർക്ക്. പ്രിൻസിപ്പിൾസ് എന്തായാലും അത് പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ. ദെൻ അത്രയും എങ്കിലും 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നോക്കുക. ബാക്കിയൊന്നും പഠിക്കണ്ട എന്നല്ല, പറ്റുന്നവർ പഠിക്കുക, പഠിച്ചവർ പഠിച്ചോട്ടെ. തീരെ പഠിക്കാതിരിക്കുന്നവരും ഇനി ഉള്ള സമയത്തിന് ഈ തന്ന ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവാതിരിക്കുക. ഓക്കെ, അത് നെക്സ്റ്റ് ചാപ്റ്റർ 6 ആണ്. ലേണിംഗ് ആണ്. 6 ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണല്ലോ ലേണിംഗ് എന്നത്. ലേണിങ്ങിൽ പ്രധാനമായിട്ടും സ്റ്റിമുലസ് എന്താണ്, റെസ്പോൺസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 2 മാർക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് ചോദിക്കാം. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, പാവ്ലോയുടെയും സ്കിന്നറുടെയും ഒക്കെ തിയറി പഠിച്ചു വെക്കുക. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ സിംറ്റംസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ലേണിംഗ് ഡിസബിലിറ്റീസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗ് എന്താണ്? ദെൻ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ലേണിംഗ് ഡിസേബിലിറ്റീസ്? അങ്ങനെയും ചോദിക്കാം 6 മാർക്കിന്.
ഓക്കെ, അപ്പം അത്രയെങ്കിലും വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്, അത്രയെങ്കിലും ലേണിംഗ് എന്ന് പഠിക്കുക. ദെൻ പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ദെൻ 7ാമത്തെ ചാപ്റ്ററാണ് മെമ്മറിയിൽ വാട്ട് ഈസ് മെമ്മറി, എന്താണ് മെമ്മറി എന്ന് എഴുതാൻ പഠിക്കുക, ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മെമ്മറി, അങ്ങനെ 6 മാർക്കിന് ചോദിക്കാം. മെമ്മറി എന്താണെന്നും ടൈപ്സ് എന്താണെന്നും 6 മാർക്കിന് വരാം. ഓക്കെ, എസ് എ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം. എസ് എ ആയിട്ട് വരുമ്പോൾ എഴുതേണ്ട രീതി എങ്ങനെയാണ്, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഏത് ചോദ്യം വന്നാലും. ദെൻ അതിൻ്റെ ബോഡി പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. പിന്നെ ഒരു കൺക്ലൂഷനും കൊടുത്ത് പോയിൻ്റൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം എസ് എ എഴുതുമ്പോൾ എഴുതാൻ. ഈ കാര്യങ്ങൾ എസ് എ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം വലിച്ചു നീട്ടി വിശദീകരിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ ചങ്കിങ് എന്താണെന്ന് 2 മാർക്കിന് വരാം. 7ാമത്തെ ചാപ്റ്ററിന് 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചങ്കിങ്. വാട്ട് ഈസ് ചങ്കിങ്? ദെൻ നിമോണിക്സ്, മെമ്മറി ടെക്നിക്സ് ആണ്. നിമോണിക്സ് എന്താണെന്നും 2 മാർക്കിന് ചോദിക്കാം. ദെൻ ഫോർഗെറ്റിംഗ്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഫോർഗെറ്റിംഗ്, എന്താണ് മറവി, ഫോർഗെറ്റിംഗ് എന്താണ്, മറവി എന്താണ്, മറവിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള, വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം എടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഏരിയാസെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.